Good afternoon. Good afternoon, ma'am. Good afternoon. All. Prayer ആണ് ഞാനാണോ? ഓക്കെ prayer പറഞ്ഞോ കേട്ടോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. സൈനിങ് ആരെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദി ഡേ. Thought of the day ഞാൻ പറയാം. ഓക്കെ. Respect all the reasonable forms of activity in which the child engages and try to understand them. എന്താടാ പറഞ്ഞത്? കേൾക്കുന്നില്ലേ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മോന്റെ സിസ്റ്റർ ഫോണിന്റെ വോയിസ് കൂട്ടുക. എടാ കൂട്ടിയാ ഫോണിന്റെ വോയിസ് കൂട്ടിയാ? പ്രത്യുഷ അല്ലേ? ഓക്കെ ആണോ? കേക്കാവോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്? Unit 3 Socio-Emotional Development. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. മിസ്, ഈ മാളവികക്ക് ഇപ്പോഴും ഇതിൽ കേറാൻ പറ്റണമെന്നാ പറയണേ. സമ്മൺ റിമൂവ്ഡ് എന്നാ കാണിക്കുന്നേന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. എടാ ഒന്ന് ഫോൺ നമ്പർ അയക്കോ? ആ ഓക്കെ. ഞാനത് സെൻഡ് ചെയ്യാം കേട്ടോ. ഫോൺ നമ്പർ സെൻഡ് അയക്കണം മാളവികയുടെ. ഓക്കെ, നമ്മളപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലെ? അല്ലെ? ഇവിടെ വരെ പറഞ്ഞു MPC കഴിഞ്ഞ സോറി നിങ്ങക്ക് ഇത് തന്നിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ്സ് സെമിനാർ തന്നിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല. അത് ക്ലാസ് ക്ലാസ് അല്ലേ? അത് ഗ്രൂപ്പിൽ വന്നിട്ടില്ലല്ലോ. അത് മിസ് ഇടാന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. വന്നിട്ടില്ല? ഇല്ല മിസ്. അസൈൻമെന്റിനുള്ളത് ടോപ്പിക് ഇട്ടിട്ടില്ല മാം. എന്താണ്? അസൈൻമെന്റ് ഒന്നും ഇട്ടിട്ടില്ല അല്ലെ? എന്നാൽ ലീവ് രണ്ട് സ്റ്റാറ്റ് ഇപ്പൊ ഇവിടെ ലീവായിരുന്നു, കുറച്ച് സ്റ്റാഫ് ലീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞേക്കാട്ടോ, എനിക്ക് ലെവൽ ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞേക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണോ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്? അതെ. മാളവിക വന്നിട്ടോ? മാളവിക എന്നല്ലേ പറഞ്ഞേ?
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യായിരിക്കും. ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മള് ഗൂഗിൾ മീറ്റും ക്ലാസ് റൂമും ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അത് പറഞ്ഞോ നിത്യ? അങ്ങനെ ചെയ്തായിരുന്നു പറഞ്ഞേ, അങ്ങനെ ചെയ്തു എന്നാ പറഞ്ഞ മിസ്. കേറി എന്നിട്ട് കേറുമ്പോ അപ്പൊ തന്നെ ലെഫ്റ്റ് ആയി പോവാന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് ഇത് നോക്കുക. 1 മിനിറ്റ്. പ്രയർ ഒക്കെ കഴിഞ്ഞോ? സൈൻ ഇൻ ആയിട്ടില്ല കേട്ടോ. ഓക്കെ ഓക്കെ. നിത്യ, ഇനി മാളവികനോട് ഒന്ന് കയറി നോക്കാൻ പറയോടാ. നിത്യ ഒന്ന് കയറി നോക്കാൻ പറയട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ വേണ്ട. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നുകൂടി കേറാൻ. ഓക്കെ, അപ്പൊ നമ്മള് സൈൻ ആരാ പറയുന്നേ? പ്രത്യക്ഷയായിരുന്നു. ഞാനാണ് പ്രത്യക്ഷ. പറഞ്ഞോടാ മാം. സൈൻ ഇൻ ഞാൻ ആക്ഷൻ സോങ് ആ പറയുന്നേ. അപ്പൊ ഇന്നും ആക്ഷൻ സോങ് തന്നെ വെക്കാന്ന് വെച്ചാൽ, അതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് നമുക്കിപ്പോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമായിരിക്കും. അപ്പൊ വലിയ ഹെവി എക്സസൈസ് ഒക്കെ കൊടുത്ത എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ആക്ഷൻ സോങ്ങും കൂടെ ചെയ്യാം. ക്യാമറ ഓൺ ചെയ്യുവാണേ. ഓക്കെ മാം. കാണാമോ എല്ലാവർക്കും? ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. സൈൻ ഇൻ നമുക്ക് ജസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസിൽ സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ തമ്പും ഒന്നുകിൽ പോയിന്റ് ഫിംഗർ തമ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ബേബി ഫിംഗർ തമ്പും വെച്ചിട്ടാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് സാധാരണ ചെയ്യുന്നത്. എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ നടുവൊക്കെ നിവർത്തി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം തമ്പ് റൈറ്റ് നോസിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് നോസിൽ കൂടി ബ്രീത്ത് ഇൻ ആക്കുക. ബ്രീത്ത് ഇൻ, ദെൻ ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. ഞാൻ 5 ടൈമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് സമയക്കുറവ് മൂലം ഒരു 5 തവണ ആണ് ചെയ്തത്. എല്ലാവരും ഒരു 10 ടൈംസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രാണായാമത്തിന്റെ ഒരു ഭാഗം കൂടിയാണിത്. 10 ടൈംസ് ഒക്കെ രാവിലെ എണീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു റിഫ്രഷ്മെന്റ് ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന എക്സസൈസ് തന്നെയാണിത്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു ആക്ഷൻ സോങ്ങും കൂടെ ചെയ്യാം. എല്ലാവരുടെയും മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എണീറ്റ് നിൽക്കുകയാണ്. കൂടെ പാടാൻ താല്പര്യമുള്ളൊരു ആക്ഷൻ കാണിക്കുകയാണ്. എനിക്ക് എല്ലാവരും കാണാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഓൺ ചെയ്യാം, കൂടെ ചെയ്യാം. Up in the blue sky, what do you see? Big birds, small birds looking at me. Flying, flying, la 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 la. Flying, flying, ha 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 ha. Deep in the ocean, what do you see? Big fish, small fish looking at me. Swimming, swimming, la 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 la. Swimming, swimming, ha 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 ha. Out in the garden, what do you see? Big flower, small flower looking at me. Blooming, blooming, la 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 la. Blooming, blooming, ha 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 ha. Up in the dark sky,
what do you see? Big stars, small stars looking at me. Twinkling, twinkling, la 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 la. Twinkling, twinkling, ha 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 ha. Here in the classroom, what do you see? Big teachers, small children looking at me. Smiling, smiling, la 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 la. Smiling, smiling, ha 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 ha. Welcome all in our class. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. Okay, ma'am. Thank you. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്താണ്? റോൾ ഓഫ് ദ ടീച്ചർ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ടീച്ചറിന്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. നോക്കാം കേട്ടോ. ഫിസിക്കൽ വീക്ക്നെസ്, ഡിഫോർമാറ്റീവ്, ഇൽനെസ് എക്സെട്ര if any should be recognized at the time. Okay, മാളവിക ജോയിൻ ആയോടാ? എടേ പുതിയൊരു അപ്ഡേഷൻ വന്നപ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോ എന്തോ ഗൂഗിൾ മീറ്റിന്റെ ഒരു അപ്ഡേഷൻ കാരണമാണ് കൂടുതൽ കുട്ടികൾ ലെഫ്റ്റ് ആയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മള് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഇമോഷണൽ ഡെവലപ്മെന്റില് ടീച്ചറിന്റെ റോൾ എന്താണ്? നമുക്കില്ലേ എന്താ പറയാ, ഫിസിക്കൽ വീക്ക്നെസ് അല്ലെങ്കിൽ ഡിഫോർമാലിറ്റീസ്, ഫിസിക്കൽ ബലഹീനത, എന്തെങ്കിലും വൈകല്യങ്ങൾ, എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് സ്കൂൾ എൻട്രൻസ്. സ്കൂൾ എൻട്രൻസിന്റെ ടൈമിൽ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. ആൻഡ് മെഡിക്കൽ എയ്ഡ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ദർ ചിൽഡ്രൻസ്. അപ്പോൾ അവർക്ക് ആ ഒരു മെഡിക്കൽ എയ്ഡ് എന്താണ് വേണ്ടത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഫിസിക്കലായിട്ട് വീക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇപ്പൊ ഫിസിക്കലി ഡിസേബിൾഡ് ചിൽഡ്രൻസ് അല്ലെ, ഡിസേബിൾഡ് എന്ന് പറയാൻ പാടില്ല, സ്പെഷ്യലി ഡിസേബിൾഡ് ചിൽഡ്രൻസ്. ഓർ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ വീക്ക്നെസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ നേരത്തെ കണ്ടെത്താം. അവരെ നേരത്തെ കണ്ടെത്തി അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ്, ചിലപ്പോൾ വീൽ ചെയർ ആയിരിക്കാം, ഓർ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മെഡിക്കൽ എയ്ഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യാൻ നോക്കണം. Teachers should try to find the active cooperation of the parents in making the atmosphere of the home suitable for active emotional development. ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് പാരന്റ്സിന്റെയും കൂടി ഒരു ആക്റ്റീവ് റോള്, കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഒരു ആക്റ്റീവ് റോള് കൊണ്ടുവരാനുള്ളത്. അതേപോലെ തന്നെ അവരുടെ ഹോമില് ഉള്ള സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ, നല്ല അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യണം. അത് ആരുടെയും കൂടി ഉത്തരവാദിത്തമാണ്, ടീച്ചേഴ്സിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. കാരണം ഈ പാരന്റ്സ് എപ്പോഴും ഭയങ്കര വഴക്കാണ്. പാരന്റ്സും ഹസ്ബൻഡും വൈഫും തമ്മിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു എൻവയോൺമെന്റിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും അത് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പാരന്റ്സിനെയും കൂടി കോപ്പറേഷനോട് കൂടി നമ്മുടെ ഹോംലി അറ്റ്മോസ്ഫിയർ ഒരു പോസിറ്റീവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ഫാമിലി ആണെങ്കിൽ പാരന്റ്സിന് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പോ നമ്മുടെ കുട്ടികൾ, നിങ്ങൾ അവിടെ വഴക്കൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് അത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് ആണ്, the interpersonal relationship in a school should be such that it should provide emotional security and a sense of belongingness to children. അപ്പോ നമ്മളൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കുട്ടികൾ സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. കുട്ടികൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് ഏറ്റവും സേഫ് ആവുന്നത്? അമ്മയുടെ അടുത്ത്. നമ്മുടെ വീട്ടിലാണ് ഏറ്റവും സേഫ് ആയിട്ട് കുട്ടികൾ വിചാരിക്കുന്നത്. സോ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട സെക്യൂരിറ്റി ആണ്. പുറത്തുനിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഏതൊരു ഫോഴ്സിനെയും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല സെക്യൂർഡ് ആയിട്ട് വളരാനുള്ള ഒരു സാഹചര്യം പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ വാല്യുബിൾ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യുബിൾ ആണ് എന്നുള്ളൊരു സെൻസ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം.
എന്ന് വെച്ചാല് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴായാലും എന്തൊരു തീരുമാനം അവനെ കുറിച്ച് എടുക്കുമ്പോഴായാലും എല്ലാം അവനോട് കൂടി അഭിപ്രായം ചോദിക്കാം. പിന്നെ അവന് നമ്മൾ ഫീൽ ചെയ്യണം, നമ്മൾ അഫെക്ഷൻ കാണിക്കുക, വാത്സല്യം കാണിക്കുക. അപ്പൊ ആ ഒരു സെൻസ് ഓഫ് ബിലോങ്നെസ് കുട്ടികളിൽ ബിൽഡ് ചെയ്ത് വന്നോളും. ചില ആൾക്കാർക്ക്, ചില പാരന്റ്സ്, പണ്ടത്തെ പാരന്റ്സ് ആണ്, ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ ഭയങ്കര നല്ല കുട്ടികളാണ്. എന്ന് വെച്ചാല് ചില പാരന്റ്സ്, പഴയ ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല് കുട്ടികളോട് എത്ര ഇഷ്ടമുണ്ടെങ്കിലും പ്രകടിപ്പിക്കൂല. എന്തില്ല, ഇഷ്ടം എന്തോരുണ്ടെങ്കിലും പ്രകടിപ്പിക്കൂല. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്, കുട്ടികൾ വലുതായി കഴിയുമ്പോ ഈ പാരന്റ്സിനൊക്കെ എന്ത് ചെയ്യും, അവര് ഓർഫനേജിലോ അല്ലെങ്കിൽ അനാഥാലയത്തിലോ എന്താ പറയാ അങ്ങനെ ആ സ്ഥലങ്ങളിൽ കൊണ്ടുവന്നാക്കും. അവിടെ നല്ല രീതിയിൽ ഇഷ്ടത്തോടു കൂടിയാണ് ചെറുപ്പം മുതലേ സ്നേഹിച്ച് തന്നെയാണ് കുട്ടികളെ വളർത്തണമെന്നില്ല. എന്ത് ചെയ്യും അവര് എന്താ പറയാ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ മക്കൾ ഉണ്ടാവും. സോ നമ്മളെ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടമുണ്ട് മോളെ അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോലെ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അവർക്ക് ആ ഫീൽ ഉണ്ടാക്കണം. സോ നമ്മൾ അവരോടൊപ്പം ഹാപ്പി ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം. ഇനി എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന എല്ലാ വാശികളും നടത്തി കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ, അവർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, നടത്തി കൊടുക്കാനായിട്ട് നോക്കാം. Provide diverse co-curricular activity for the full expression and outlet of pent-up emotional energies. കുട്ടികളിൽ എന്ത് ചെയ്യാനായിട്ട് ഇമോഷണൽ എനർജീസ് കുറച്ചും കൂടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി co-curricular ആക്ടിവിറ്റീസുകളിൽ എൻഗേജ് ചെയ്യിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീം സ്പിരിറ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യിപ്പിക്കാം. ഇനി അഡാപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. കുട്ടികളെ ടീച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഡാപ്റ്റ് ആയിട്ടുള്ള, സ്വീകരിക്കാൻ പറ്റുന്ന, ഡൈനാമിക് ആയിട്ടുള്ള വെച്ചാല് മാറ്റങ്ങൾ വരുത്തുന്ന, പ്രോഗ്രസീവ് വെച്ചാൽ പുരോഗമന റിലേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ രീതിയിൽ, ചിൽഡ്രൻ കൂടുതൽ സെന്റേർഡ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് അഡോപ്റ്റ് ചെയ്യുക. കുട്ടികളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടീച്ചേഴ്സ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ ആ പറയുന്ന കാര്യങ്ങൾ, ആ ക്വസ്റ്റ്യൻസ് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് തെറ്റാണ്ട് ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുന്നു. അവിടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒന്നും നടക്കുന്നില്ല. അവരത് ബൈഹാർട്ട് പഠിക്കുന്നു, എഴുതുന്നു എന്ന് മാത്രമാണ്. പക്ഷേ കുറച്ചും കൂടി ചൈൽഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് വരുമ്പോൾ കുട്ടി അത് പഠിക്കുന്നുണ്ടോ, അവനത് മനസ്സിലായിട്ടാണോ അത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കുട്ടീനെ കൊണ്ട് തന്നെ അല്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി കൊടുക്കാം. അവരെ കൊണ്ട് തന്നെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടികളാണ് മോണ്ടിസോറിയിൽ നമുക്ക് കിട്ടുന്നത്. സോ ഈ കുട്ടികളെ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അവരെ കൊണ്ട് തന്നെ സ്വയമേ ചെയ്യിക്കാൻ ശീലിപ്പിക്കാം. നമ്മളെല്ലാം ചെയ്തു കൊടുക്കുകയല്ല വേണ്ടത്, കുട്ടികളെ കൊണ്ട് ഇൻഡിവിജ്വലി നമ്മൾ അവരെന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യിക്കുക. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും അവർ ട്രെയിൻ ചെയ്യിക്കാം. Children should get deserved love and sympathy from the teachers. നമ്മള് കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ, അവര് ഭയങ്കര വാത്സല്യത്തോടെ, നമ്മള് നല്ല സ്നേഹത്തോടെ സിമ്പത്തറ്റിക് ആയിട്ട് വേണം നമ്മുടെ ടീച്ചേഴ്സ് കുട്ടികളെ ഡീൽ ചെയ്യാനായിട്ട്. സോ അവർക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യും. ഓക്കെ, ഇമോഷൻസ് ആർ കോട്ട് ദാറ്റ് ആർ നോട്ട് തോട്ട്. വികാരങ്ങൾ എങ്ങനെയാണ്, അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മളത് അവരെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇമോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാണ്, പ്രകടിപ്പിക്കുക. അത് നമ്മൾ പഠിപ്പിക്കുകയല്ല, പ്രകടിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. Provide moral education to all groups and sex education to adolescents that will help them to attain emotional balance and tolerance. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മോറൽ ആയിട്ട് എഡ്യൂക്കേഷൻ എല്ലാ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇന്ന ഏജിൽ ഇന്ന ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ സെക്സ് എഡ്യൂക്കേഷൻ നമ്മള് സ്കൂൾ കരിക്കുലത്തിൽ എന്താ പറയാ, ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളോട് ഈ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും അതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അതേപോലെ ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളോട് തന്നെ നമ്മൾ പറയാം, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ കുട്ടികളോട് പറയാം എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്ന് അവരെ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ, അവർ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു വ്യക്തിയോട് എന്താണ് ബാഡ് ടച്ച്
തോന്നിയ വ്യക്തിയോട് ഞാൻ അമ്മനോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കടന്ന് കരയും, ബഹളത്തിക്കും എന്ന് നമ്മുടെ കുട്ടികളെ തിരിച്ചു പറയാനായിട്ട് പറ്റണം. ചില കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഓരോ കാര്യങ്ങൾ, ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ സിറ്റുവേഷൻ വരാണെങ്കിൽ ഇതേ രീതിയിൽ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ടീച്ചറുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ പാരന്റ്സ് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സും ചെയ്യണില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അത് മുമ്പൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ മിക്കവർക്കും ഉണ്ടായിരുന്നില്ല, ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാഡ് ടച്ച് എന്ത്, ഗുഡ് ടച്ച് എന്ത് എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അഡോളസെന്റ് ഏജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏജ് ആണ്. അവർക്ക് ഇമോഷണൽ കൺട്രോള് അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്തൊരു ടൈമാണ്. നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവില്ലേ, പിള്ളേരെ പിടിച്ചാൽ കിട്ടാത്ത പ്രായമാണ് ടീനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ടീനേജിലെ പിള്ളേർക്ക് ഭയങ്കര എന്താ പറയാ എനർജറ്റിക് ആയിരിക്കുള്ളൂ. അപ്പൊ അവരുടെ എനർജി എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം, അവരുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നായിരുന്നു ആദ്യം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടികളിൽ എന്താണ് കുറച്ച് സിവിയർ ആണ് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, ടൈപ്സ്, ഫിയറിന്റെ കാര്യം പറഞ്ഞു ഇല്ലേ, ടൈപ്സ് ഓഫ് ഫിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പാണ് മെയിൻ ആയിട്ട് ഫിയർ കുട്ടികളിൽ കണ്ടുവരുന്നത്. ആൻസൈറ്റി, ഓക്കെ, ആൻസൈറ്റി ഏതൊക്കെയായിരുന്നു, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആൻഡ് പിന്നെ ഏതായിരുന്നു, സെപ്പറേഷൻ ആൻസൈറ്റി. പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്സ്, ദെൻ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ റോൾ ഓഫ് ദ ടീച്ചർ പറഞ്ഞു. എന്താണ് ടീച്ചറുടെ റോള്, ഇമോഷണൽ ഡെവലപ്മെന്റിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് നിർത്തിക്കുന്നത് ടീച്ചേഴ്സിന്റെ റോളാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റിൽ നമ്മൾ പറഞ്ഞു, കുട്ടികളിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡിഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ ഇമോഷണൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തേണ്ടതും സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വമാർക്കാണ് നമ്മളുടെ ടീച്ചേഴ്സിനാണ്. ഓക്കെ, അത് എന്തെങ്കിലും മെഡിക്കൽ എയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. അത് ഫസ്റ്റ് തന്നെ അതിനുള്ള പ്രിഫറൻസ് കൊടുക്കണം. ദെൻ ടീച്ചേഴ്സ് പാരന്റ്സ് ആയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാൻ നോക്കണം. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞത്. സ്കൂളും അതേപോലെ തന്നെ സ്കൂളിൽ നമ്മൾ നല്ലൊരു സ്ഥലം, സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസ് കൊടുക്കാൻ ശ്രമിക്കണം. അതേപോലെ നല്ല ഇമോഷണൽ സെക്യൂരിറ്റി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് സെക്യൂർഡ് ആണെന്ന ഒരു ഫീലിംഗ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവർക്ക് ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല ഇമോഷണൽ എനർജി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യുന്ന ടൈപ്പ് ഗെയിമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ പിന്നെ കുട്ടികളെ കുറച്ചും കൂടി സിമ്പത്തറ്റിക് ആയിട്ട് വേണം ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യാൻ. കുറച്ച് ലവിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ കുട്ടികളെ ഇമോഷൻസ് പഠിപ്പിച്ചല്ല കൊടുക്കുന്നത്. നമ്മൾ അവര് എങ്ങനെയാണോ അത് വികാരങ്ങള് അവരെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളത് അവരെ പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. ദെൻ മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. എല്ലാ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്താണ് എന്നുള്ളതൊക്കെ ടീച്ചേഴ്സിന് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് റോൾ ഓഫ് ടീച്ചേഴ്സിൽ പറഞ്ഞത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, സോഷ്യൽ ഡെവലപ്മെന്റ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേജസിലൂടെ ഈ ഡെവലപ്മെന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് പോയിന്റ്, ഇന്നത്തെ സമൂഹത്തില് എന്താ പറയാ ടീനേജിലുള്ള കുട്ടികൾക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, ഞാൻ പറയാം. ഇന്നത്തെ സമൂഹത്തില് ടീനേജിലേക്ക് വരുന്ന കുട്ടികളില് സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആണോ?
നമ്മൾ ലാസ്റ്റ് ഒരു SSLC എക്സാമിന്റെ ഒക്കെ സമയത്ത് നമ്മളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. 10ാം ക്ലാസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ നമ്മൾ വായിച്ച് റീഡ് ചെയ്തായിരുന്നു അല്ലേ? എന്തായിരുന്നത്? അതെ. അപ്പൊ ആ ഒരു ഏജിലെ കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെന്റ് പ്രോപ്പർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടികളല്ല അവർ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം എന്താണ്? നല്ല പ്രോപ്പർ ആയിട്ട് ഉള്ള കുട്ടികളെ, നല്ല സോഷ്യൽ ഡെവലപ്മെന്റ് കൈവരിച്ചിട്ടുള്ള കുട്ടികളെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. സാമൂഹ്യ വികസനം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്നത് ഒരു വ്യക്തി സമൂഹത്തിലെ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായ ഒരു അംഗമായി മാറുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സാമൂഹ്യ വികസനം എന്ന് പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആ സൊസൈറ്റിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് സിംപിളി പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് മീൻസ് ദ അറ്റൈനിങ് മെച്യൂരിറ്റി ഇൻ സോഷ്യൽ സെറ്റിംഗ്സ്. നമ്മുടെ ഈ സാമൂഹിക വ്യവസ്ഥയിൽ നമ്മളൊരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യണം. സൊസൈറ്റി എങ്ങനെ പ്രകടിപ്പിക്കണം, നമ്മൾ സോഷ്യലായിട്ട് എങ്ങനെ മറ്റുള്ളവരുടെ ഇടപെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എവിടെയാണ്? സോഷ്യൽ ഡെവലപ്മെന്റിലാണ്. ഓക്കെ, നോക്കാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഓർ സോഷ്യലൈസേഷൻ രണ്ടും പറയാറുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ in such a way as he become a useful member of the society or a group. നമുക്ക് എഴുതാനുള്ളതാണ്, ഞാൻ ജസ്റ്റ് റീഡ് ചെയ്തോളൂ. സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മുടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ സോഷ്യൽ ഡെവലപ്മെന്റ് പറഞ്ഞിട്ടില്ല, ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കത് എഴുതിയെടുക്കണം. ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കാം, എന്റെ ഒപ്പം എല്ലാവരും ഒന്ന് എഴുതാട്ടാ. സോഷ്യൽ ഡെവലപ്മെന്റ് or socialization implies the development of an individual in such a way as he becomes a useful member of society. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു യൂസ്ഫുൾ ആൻഡ് ഓർ ഗ്രൂപ്പ്. ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള മെമ്പർ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എഴുതിയെടുത്തു എല്ലാവരും? എഴുതിയിട്ട് പറയണോ കേട്ടോ. അപ്പോ സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സോഷ്യലൈസേഷൻ. നമ്മളുടെ സൊസൈറ്റിയിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ഒന്ന് പറഞ്ഞു പോവാം, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ്. നമ്മൾ ആദ്യം
ഈ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ആദ്യം എപ്പോഴാണ്? കുട്ടികൾ ജനിച്ചു. ആദ്യം ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ സോഷ്യൽ ബീനാണോ? സോഷ്യലബിൾ ആണോ? കുട്ടി ജനിക്കുമ്പോൾ തന്നെ അല്ല. ബിഗിൻസ് വിത്ത് ഫസ്റ്റ് കോണ്ടാക്ട് വിത്ത് അതർ പീപ്പിൾസ്. കുട്ടികൾ എപ്പോഴാണ് ഫസ്റ്റ് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരെയായിരിക്കും ചിലപ്പോ അവർ തിരിച്ചറിയുന്നത് ഫസ്റ്റ്? അമ്മ. ഓക്കെ, അമ്മ അച്ഛനൊക്കെ ആയിരിക്കും അവർ കൂടുതൽ പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അവരോട് ആരാണോ കോണ്ടാക്റ്റിൽ വരുന്നത് അവരെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. പിന്നെ അവരുടെ ഈ സോഷ്യൽ ഡെവലപ്മെന്റ്, അപ്പൊ ഒരു സ്ഥിരമായിട്ട് അങ്ങനെ കാണാണെങ്കിൽ അമ്മ കാണുമ്പോൾ പെട്ടെന്ന് ചിരിക്കും, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ മനസ്സിലായി തുടങ്ങി ജസ്റ്റ് സ്മൈലൊക്കെ ചെയ്യും. ദെൻ അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജീവിതകാലം ഉടനീളം തുടരുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഒരു സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? മേ ബി നമ്മളൊരു കുട്ടിയുടെ എന്താ പറയാ, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആക്ട് ആവാൻ വേണ്ടിയിട്ട്, സൊസൈറ്റിയിലേക്ക് ആക്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ സോഷ്യലൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മള് ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് സംഭവിക്കുന്നത്, വ്യക്തിയിൽ സംഭവിക്കുന്നത്. അവൻ അക്യൂർ ചെയ്യുമ്പോൾ, ലേൺ ചെയ്യുന്നതിലൂടെ അവന് ഒരുപാട് സോഷ്യൽ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയിൽ അവൻ ഒരുപാട് ലേൺ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് വിദ്യാഭ്യാസം എത്രയുണ്ടെന്ന് അറിഞ്ഞിട്ടോ നിനക്ക് ആൾക്കാരോട് പെരുമാറാൻ അറിഞ്ഞുകൂടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവന് പ്രോപ്പർ ആയിട്ട് സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കുക. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് സംഭവിക്കാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പെരുമാറ്റത്തിൽ, അവരുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സാമൂഹ്യ ഗുണങ്ങൾ പഠിക്കുക, സ്വയം ഓരോ കാര്യങ്ങള് പാവപ്പെട്ടവർ അല്ലെങ്കിൽ സഹായങ്ങൾ ആവശ്യമുള്ളവരെ നമ്മൾ സഹായിക്കാം. ഇതെല്ലാം സോഷ്യൽ ഡെവലപ്മെന്റ് ക്വാളിറ്റീസ് ആണ്. ഇനി നമുക്ക് നമ്മളുടെ ടെസ്റ്റില് എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി. നമ്മൾ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ആ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് ഈ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി എന്ന് പറയുന്ന ഈ ഒരു 7 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അറ്റ് ബർത്ത് ഇൻഫന്റ് ആർ നോ സോഷ്യലബിൾ. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ സോഷ്യലബിൾ ആണോ? അല്ല. കുട്ടികൾക്ക് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, എന്താണ് അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവര് അറ്റ് അറൌണ്ട് ദ ഏജ് ഓഫ് 6 വീക്സ്, ഒരു 6 ആഴ്ച കഴിയുമ്പോഴായിരിക്കും കുട്ടികൾ എന്ത് ചെയ്തു തുടങ്ങുന്നത്? എ ട്രൂ സോഷ്യൽ സ്മൈൽ ചെയ്തു തുടങ്ങുന്നത്. ഫസ്റ്റ് എപ്പോഴാണ് അവർ ചിരിച്ചു തുടങ്ങുന്നത്? 6 ആഴ്ച കഴിയുമ്പോഴാണ്. അവന്റെ സോഷ്യലൈസേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ സ്മൈൽ എന്ന് പറയുന്നത്, ആ ചിരി. അവൻ റെസ്പോൺസ് ചെയ്യാണ്, ഒരു വ്യക്തിനെ കാണുമ്പോൾ അവൻ റെസ്പോൺസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു സ്മൈലിലൂടെയാണ് സോഷ്യലൈസേഷൻ അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അവന്റെ സോഷ്യലൈസേഷൻ, അത് ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് അറൌണ്ട് ദ ഏജ് ഓഫ് 6 വീക്സ് a true social smile in response to a person കാണുമ്പോൾ സ്മൈല് appears and this is considered as the beginning of socialization. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്തിനെയാണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ്? അപ്പൊ കുട്ടികളിൽ ഒരു 6 ആഴ്ചയ്ക്ക് കഴിയുമ്പോൾ ഒരു ട്രൂ സ്മൈല് കാണാറുണ്ട്. ആ ഒരു സ്മൈലാണ് നമ്മൾ സോഷ്യലൈസേഷന്റെ ബിഗിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സ്മൈൽ 2 to 3 months, infant can identify the people from inanimate object, recognize its mother, and are unhappy on separation. ഒരു 2 to 3 മാസമൊക്കെ ആവുമ്പോഴേക്കും ഇൻഫന്റ് എന്ത് ചെയ്തു തുടങ്ങും? അവര് പീപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും, ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. അവൻ ആദ്യം അവന്റെ അമ്മേനെ തിരിച്ചറിയാൻ പറ്റും. അവന്റെ അമ്മേനെ തിരിച്ചറിയാനായിട്ട് പറ്റും 2 മുതൽ 3 മാസമൊക്കെ. ആ സമയത്ത് നമ്മൾ കുട്ടീനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ അവനോട് സംസാരിക്കണം. അവൻ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നത്, തലോടുന്നതൊക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അവനോട് നമ്മുടെ ഇഷ്ടം, സ്നേഹം, കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുക. അവൻ നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങി 2 മുതൽ 3 മാസത്തിനുള്ളിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നമ്മളൊക്കെ ഹോൾഡ് ചെയ്യുക, ആ കയ്യിൽ ഹോൾഡ് ചെയ്യുക, ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവനോട് സംസാരിക്കുക. സോഷ്യലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്.
അവനോട് സംസാരിക്കുക, അവനെ തലോടുക. അപ്പൊ അവൻ നമ്മളെ റെക്കഗ്നൈസ് ഒക്കെ ചെയ്ത് തുടങ്ങും. സോ പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ കാണിക്കുന്ന ഒരു ഇതാണ് അൺഹാപ്പി ഓൺ സെപ്പറേഷൻ. അവൻ അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആവുമ്പോൾ അവൻ അൺഹാപ്പി ആകും. അതിന് നമ്മൾ എന്താ ആൻസൈറ്റി എന്നാ പറഞ്ഞിരുന്നത്? എന്താ ആൻസൈറ്റി ആണ്? അമ്മേനെ കാണാണ്ടാവുമ്പോൾ ഏത് മാസങ്ങളിലാണ്? 2 to 3 monthsലാണ് സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടികൾ തുടങ്ങുന്നത്, ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നത്. 4 to 5 months they react differently to scolding and to smiling face and to friendly and to angry voice. അവർക്ക് ഒരു 4 മുതൽ 5 ആഴ്ചയൊക്കെ ആവുമ്പോ സ്മൈൽ ചെയ്യും, ഫ്രണ്ട്ലി ആയിട്ട് ചിരിച്ച് കളിക്കുന്നൊക്കെ കാണാൻ പറ്റും. ദേഷ്യം വരുമ്പോ വോയിസ് ഒക്കെ ഒരു പ്രത്യേക വോയിസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യും 4 മുതൽ 5 ആഴ്ച വരെ ആവുമ്പോ, 5 മാസം വരെ ആവുമ്പോ. ഇനി 6 to 6 to 7 monthsലാണ് ബേബി സ്ട്രേഞ്ചേഴ്സിനെ ഫ്രണ്ട്സിനെ തിരിച്ചറിയുന്നത്. എപ്പോഴാണ്? 6 മുതൽ 7 മാസത്തിന് ആ ടൈമിലാണ് സ്ട്രേഞ്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും അവര് ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. Babies distinguish between the friends and strangers by smiling at the former and showing ears in the presence of later. അപ്പോ എന്താണ്? കുട്ടികള് 6 മുതൽ 7 ആഴ്ചക്കുള്ളിലാണ് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും മാസത്തിനുള്ളിലാണ് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും തിരിച്ചറിയുന്നത്. ഇപ്പൊ ഫ്രണ്ട്സിനെ കാണുകയാണെങ്കിൽ സ്മൈൽ ചെയ്യും, സ്ട്രേഞ്ചേഴ്സിനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു അവരുടെ പ്രസൻസിന്റെ സമയത്ത് അവർ നമ്മുടെ അടുത്ത് സേഫ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോ 6 to 7 months ആണ്. ഏത് ഏജിലാണ് കുട്ടികള് എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് നമ്മുടെ ആൻസർ? 6 to 7 months. 6 to 7 months. അല്ല, എന്താ മനസ്സിലായില്ല. 6 to 7 months ബേബീസ് എന്താ ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും തിരിച്ചറിയുന്നു പറഞ്ഞില്ലേ മാഡം? അത് എങ്ങനെ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ കാണാത്തൊരു വ്യക്തിനെ കാണാണെന്ന് വിചാരിക്കും, ഇതുവരെയും കാണാത്തൊരു വ്യക്തിനെ കാണാൻ അയാൾ വന്ന് പെട്ടെന്ന് കുറിച്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും. അല്ല, കുട്ടിക്ക് പരിചയമുള്ളത് ഇപ്പൊ എന്താ പറയാ, അമ്മയുടെ അനിയത്തിയോ അല്ലെങ്കിൽ അച്ഛന്റെ അനിയനോ അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല, കുറച്ച് കോണ്ടാക്ട് കൂടുള്ളത്, ഫ്രണ്ട്സ് പോലെ അവർക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന പരിചയമുള്ളവരെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അമ്മയുടെ അനിയത്തി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ നമ്മളുടെ ലൈഫിൽ ആലോചിച്ച് നോക്കാം, നമ്മളിങ്ങനെ കുട്ടികളെ ഹോൾഡ് ചെയ്യുമ്പോൾ അവർക്ക് പരിചയമുള്ളവരാണെങ്കിൽ അവർ പരിചയമുള്ളവരുടെ അടുത്തേക്ക് പോകും, കുട്ടി ചിരിക്കും, അവരെ കാണുമ്പോൾ ചിരിക്കും, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കും, അങ്ങനെയാണ്. പക്ഷേ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തേക്ക് പോകില്ല, അവർക്ക് മനസ്സിലായി തുടങ്ങി സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തേക്ക് പോകില്ല, അവർക്ക് അറിയും, ഭയങ്കര പ്രശ്നമാവും. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ആണ് ആ പറഞ്ഞത് കേട്ടോ. സ്ട്രേഞ്ചേഴ്സിനെ ഫ്രണ്ട്സിനെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അവർ സ്ഥിരമായിട്ട് കാണുന്നവരെയാണ് അവർ ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിട്ട് കാണാത്ത വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ കുട്ടി ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ഉള്ള എന്താ പറയാ കുട്ടികളുടെ അച്ഛന്മാര് ഗൾഫിലാണെങ്കിൽ അച്ഛൻ കുട്ടീനെ കാണുന്നതായിട്ട് ആദ്യം വരുമ്പോ ചിലപ്പോ അച്ഛൻ്റെ അടുത്തേക്ക് പോകില്ല. കുട്ടി അവൻ ആദ്യമായിട്ട് ജനിച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നതായിരിക്കും 7 മാസമൊക്കെ ആവുന്ന സമയത്ത്. അത് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ്, ഭയങ്കര സങ്കടമാവും. കാരണം നമ്മുടെ കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാവും. പക്ഷെ അതേ കുട്ടി ഇങ്ങനെ കുറച്ചുനാൾ കഴിയുമ്പോൾ 1 മാസം അച്ഛൻ കൂടെയൊക്കെ ഉണ്ട്, ആളുടെ ഒപ്പം നല്ല രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നു, സ്മൈലൊക്കെ ചെയ്ത് കഴിഞ്ഞ് അച്ഛൻ്റെ ഒപ്പം എന്താവുന്നു? മിങ്കിളാവുന്നു. അപ്പൊ ആ സ്ട്രേഞ്ചർ എന്നുള്ള പ്രശ്നം അവരോട് എന്തായി? ഫ്രണ്ട്സ് ആയി. കുട്ടിക്ക് മനസ്സിലായി അതായത് അച്ഛനാണ് എന്നുള്ളത്. അതാണ് ഡാഡാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായാടാ? മനസ്സിലായി. ഓക്കെ, 8 മുതൽ 9 മാസത്തിലാണ് കുട്ടികള് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സംസാരിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. 8 മുതൽ 9 മാസം. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. എന്റെ മോക്ക് 9-10 മാസമൊക്കെ ആയ സമയത്ത് അവള് സംസാരിക്കാനായിട്ട് ഫസ്റ്റ് വേർഡ് അല്ല അക്ഷരം പറഞ്ഞു. അവള് പറഞ്ഞ അക്ഷരം ചാന്നാണ്. ചാന്ന് പറഞ്ഞു. വെറും ചായോ സംസാരിച്ചു തുടങ്ങല്ലേ. അപ്പൊ എപ്പോഴും ഇത് പറയാണ് ആള് തുടങ്ങിക്കൂടെ കുഴപ്പമൊന്നുമില്ല, ചാന്നല്ലേ പറയുന്നത്, കുഴപ്പമൊന്നുമില്ല. ആള് ആ 10 മാസം 11 മാസം ആയപ്പോഴേക്കും ആ 2 കൂട്ടിയിട്ട് ചാന്നായി.
എന്തായാലും അറിയാം ചാന്നുള്ള ഒരു വേർഡ് അച്ഛാന്നായി. നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. ആദ്യം ഒരു സെന്റൻസ് ബ എന്നുള്ള വേർഡ് ആയിരിക്കും പറയുന്നത്. പിന്നെ ആ ഒരു വേർഡ് ഒരു സെന്റൻസ് ഒരു വേർഡ് ആയിട്ട് പറയും, ഒരു അക്ഷരം വേർഡ് ആയിട്ട് പറയും. അപ്പൊ എന്റെ മോളെന്ന് വെച്ചാൽ ചാന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു ചാന്നൊരു അക്ഷരം പറയണല്ലോ, റിപ്പീറ്റ് ചാന്ന് പറയും. ഓളും റിപ്പീറ്റ് ചാന്ന് പറഞ്ഞോണ്ടേനി. അങ്ങനെ അത് ഒരു 11 മാസമൊക്കെ ആയപ്പോഴേക്കും അച്ഛാന്നായി. അപ്പൊ അച്ഛാന്ന് പറഞ്ഞുണ്ട് ആദ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ചച്ചാന്ന് പറഞ്ഞു, ചാച്ചാന്ന് പറഞ്ഞു, മേമേന്ന് പറഞ്ഞു, അമ്മമ്മ എന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു. എനിക്ക് തോന്നുന്നു 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് 1.5 വയസ്സായപ്പോഴാണ് അവള് അമ്മ എന്ന് പറഞ്ഞത്. അമ്മ എന്ന് പറഞ്ഞില്ല, അമ്മീന്നാ പറഞ്ഞത്. അമ്മി. എത്ര വൈകിട്ടാ നോക്കി നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. കുട്ടി ഇപ്പൊ നമ്മളുടെ പേര് ആദ്യം വിളിക്കും. നമ്മൾ വിചാരിക്കൂലേ കെയർ ടേക്കറിനെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുമ്പോ അങ്ങനെ പറയുന്നത്. നമ്മൾ കെയർ ടേക്കറിനെ ആയിരിക്കും ആദ്യം, അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മേനോടായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടി സ്നേഹം കൂടുതൽ. അപ്പൊ അവരുടെ ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത് വിളിക്കണേന്നൊക്കെ. പക്ഷെ ഇവിടെ കേസ് ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ റിയൽ സിറ്റുവേഷനിൽ. ആ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ചാന്ന് പറയുന്ന അക്ഷരമാണ് അവൾ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ പറഞ്ഞ വേർഡ് അച്ഛാന്നാണ്. ഓക്കെ, അച്ഛ. അങ്ങനെ അവർ എന്ത് ചെയ്യും, സ്പീച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ റിയൽ സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നോക്കാം കുട്ടികൾ എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവർ ഏത് അക്ഷരമാണ് ആദ്യം പറഞ്ഞത്. നമ്മളിങ്ങനെ കുറച്ചൊന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൈമാണ് കുട്ടികളുടെ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ 10 to 12 months എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. ഭയങ്കര ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കുന്ന ടൈമാണ് നമുക്കറിയാം. ആ ടൈം നമ്മൾ എപ്പോഴും മറക്കില്ല അമ്മമാര്. അപ്പൊ ആ ടൈമിൽ കുട്ടികളിൽ വന്ന മാറ്റം വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഒരു 8 to 9 മാസത്തിനുള്ളവര് സംസാരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. ദെൻ ജസ്റ്റേഴ്സ്, ആക്ഷൻസ് കാണിക്കുന്നു. സിമ്പിൾ ആക്ട് ഫോർ അതേഴ്സ്. നമ്മളിങ്ങനെ കണ്ണൊക്കെ പൊത്തി കളിക്കില്ലേ, ഒളിച്ച് കണ്ട് നമ്മൾ കളിക്കാറില്ലേ, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറില്ലേ. കുഞ്ഞു കുട്ടികൾക്കുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു 9 months ഒക്കെ ഉള്ള അമ്മമാരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്. 1.5 വയസ്സ്. കുഴപ്പമില്ല, ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു നോക്കണം. അപ്പൊ ഒരു അത് നമ്മൾ ഹൈഡ് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിട്ട് അവര് ഫീൽ ചെയ്യുന്നത് കാണാൻ പറ്റും. ദെൻ പിന്നെ അവര് ആക്ഷൻസ് കാണിക്കും. ദെൻ നമ്മളിപ്പോ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫുഡ് കൊടുക്കുകയാണ് അവർക്ക് വേണ്ടെങ്കിൽ നോനോ നോനോ പറയും. അത് മിക്കപ്പോഴും ഉണ്ടാവുമല്ലോ, ഫുഡ് കൊടുക്കുമ്പോ നോനോ പറയാറില്ലേ? അവർക്ക് ഭക്ഷണം വൃത്തിയായി കഴിഞ്ഞാൽ തലയാട്ടും മതിയെങ്കിൽ ഓക്കെ, അതൊക്കെയാണ്. അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടെങ്കിൽ നോനോ പറയാറുണ്ടോ? പറയാറുണ്ട്. ടേസ്റ്റ് അറിയാൻ തുടങ്ങി എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ഇതൊക്കെ കൊടുക്കുമ്പോ വായില് വെക്കില്ല, ഒരു സ്പൂൺ കഴിക്കും പിന്നെ കഴിക്കില്ല. ഓക്കെ, മധുരം കുറവുള്ളത് കൊടുക്കുമ്പോ ചില കുട്ടികൾ അങ്ങനെ പ്രകടിപ്പിക്കാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ടും കുട്ടികൾ പറയാറുണ്ട്. നോക്കാം, 12 months, ഇപ്പൊ 8 to 9 months അവർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റേഴ്സ് സിമ്പിൾ ആയിട്ട് ആക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ദെൻ 12 monthsലേക്ക് എത്തുമ്പോൾ ദ ബേബി റിയാക്ട് ടു ദ വാണിംഗ് നോനോ. 12 മാസമൊക്കെ ആവുമ്പോഴേക്കും ഒരു നോനോ പറഞ്ഞു തുടങ്ങും. നോനോ പക്ഷെ വേണ്ട എന്നുള്ളൊരു മീനിങ്. ഫുഡ് എന്തായാലും ഇപ്പൊ എന്തും വേണ്ടെങ്കിൽ നോനോ പറയും. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്, സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി ആണ്. കുട്ടി ജനിക്കുമ്പോ സോഷ്യൽ ലെവൽ അല്ല, കുട്ടി വളരുന്നതിനനുസരിച്ചാണ് അവരുടെ എങ്ങനെയാണോ കണ്ടിന്യൂ ചെയ്ത ലൈഫ് അതിനനുസരിച്ചാണ് അവൻ സോഷ്യൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടി 6 ആഴ്ചയ്ക്ക് എത്തുമ്പോഴേക്കും അവൻ ട്രൂ സ്മൈൽ ആണ് അത് ഫോം ചെയ്യുന്നത്. 1 minute കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഒരു 6 ആഴ്ചയ്ക്ക് ആവുമ്പോഴേക്കും ട്രൂ സോഷ്യൽ സ്മൈൽ ഫോം ചെയ്യാൻ തുടങ്ങും, ചിരിക്കാനായിട്ട് തുടങ്ങും. ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു ഫേസ് കാണാനായിട്ട്. 6 ആഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ചിരിച്ചു തുടങ്ങുന്നു, മോള് ചിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. ഫസ്റ്റ് പാരന്റ്സ് ആവുന്നവർക്കാണ് ഏറ്റവും ഭയങ്കര ഹാപ്പിനെസ്. ചിരിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയ ഹാപ്പിനെസ് ആണ്. ആ ഫസ്റ്റ് സ്മൈലാണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. എന്താണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ്? സ്മൈലാണ്. കുട്ടികളിൽ വരുന്ന ആ ഒരു ചിരിയാണ് എന്റെ സോഷ്യലൈസേഷന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. 2 to 3 months ആവുമ്പോഴേക്കും കുട്ടി പീപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. ഇന്റിമേറ്റഡ് ഒബ്ജക്ട്സ് ഐഡന്റിഫൈ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അമ്മനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അമ്മനെ കാണാണ്ടാവുമ്പോൾ അവർക്ക് സെപ്പറേഷൻ ഫീൽ ചെയ്യും, സെപ്പറേഷൻ ആൻസൈറ്റി വരാൻ തുടങ്ങും.
പിന്നെന്താണ്, അവര് ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറെ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. വെച്ചാല് സ്മൈൽ ചെയ്യാൻ തുടങ്ങും, ഫ്രണ്ട്സിനെ കാണുമ്പോൾ സ്മൈൽ ചെയ്യാൻ തുടങ്ങും. ദേഷ്യം വരുന്ന സമയത്ത് ആംഗ്രി വോയിസ്, ചെറിയ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അവര് തോട്ടിൽ നിന്നുള്ള ഒരു പ്രത്യേക സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. കരച്ചിലിന്റെ ഒക്കെ സമയത്ത് നമ്മളത് ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പ്രത്യേക രീതിയിലൊക്കെ കരയും. ഓക്കെ, 6 to 7 months ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. 8 to 9 months അവര് സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ജസ്റ്റേഴ്സ് നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ, നമ്മൾ എന്ത് ആക്ഷൻ കാണിക്കുന്നോ അതേപോലെ തന്നെ കാണിക്കാനൊക്കെ തുടങ്ങും. 12 months ഒക്കെ ആകുമ്പോഴേക്കും അവർ നോ പറയാനായിട്ട് തുടങ്ങും. വാർണിംഗ്സ് ലൈക്ക് നോ ഒരു വേർഡ് പറയാൻ തുടങ്ങും, നോ എന്നുള്ളത് പറയാൻ തുടങ്ങും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കി. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി. റീഡ് ചെയ്തോ? ക്ലിയർ ആയോ? സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി എന്ന് പറയുന്ന ടോപ്പിക്. നമ്മള് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി അസൈൻമെന്റ് കൂടാണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. വേറെ ആക്ടിവിറ്റി ഒന്നും തന്നിട്ടില്ല? സാൻഡ് പേപ്പർ, ആൽഫബറ്റ്, സാൻഡ് പേപ്പർ, ന്യൂമറിക്കൽസ് ഒന്നും തന്നിട്ടില്ല? ഇല്ലാലോ? മിസ്സേ, ഞാൻ ഈ സാൻഡ് പേപ്പർ തന്നെ വേണമെന്നുണ്ടോ? നമ്മുടെ ഫോം ഷീറ്റ് ആയാലോ? ഏതാണ്? ഈ സാൻഡ് പേപ്പറിൽ തന്നെ ആൽഫബറ്റ്സ് വേണമെന്നുണ്ടോ? ഫോം ഷീറ്റ് ആയാലും കുഴപ്പമുണ്ടോ? ഫോം ഷീറ്റ് കളർ ഫോം ഷീറ്റ് കളറിന്റെ ഗിൽറ്റുള്ള പോലത്തെയാണോ? ടച്ച് ചെയ്യുമ്പോ കുറച്ച് ഒരു ഇങ്ങനെ സ്ക്രബ് പോലെ ഇരിക്കുന്ന ഫോം ഷീറ്റ് ഉണ്ട്, അത് മതി. ഞാൻ ചോദിച്ച വേറൊന്നുമല്ല, നമ്മുടെ സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്കിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. മറ്റേതാകുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട്. പിന്നെ മാം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ നമ്പേഴ്സ് ഗ്രീൻ കളറിൽ തന്നെ ചെയ്യണം അങ്ങനെ വല്ലതും ഉണ്ടോ? ഗ്രീൻ കളർ അങ്ങനെ ഒരു കളർ ഐഡന്റിറ്റി, ഈ ഒരു കളർ പാറ്റേൺ ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. മോണ്ടിസോറി കഴിഞ്ഞ കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നമ്പേഴ്സിന് നമുക്ക് ഗ്രീൻ കളേഴ്സ് ആണ് കൂടുതൽ വേണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഒന്ന് മാം ഒന്ന് പറയണേ. ഓക്കെ, നമുക്ക് ആൽഫബറ്റ്സിന്റെ കാര്യം നോക്കാം. ഞാൻ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? സാൻഡ് പേപ്പറിന്റെ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ഞാൻ പറയാം.
നമ്മൾ ആൽഫബറ്റ്സ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ആൽഫബറ്റ്സ് കട്ട് ചെയ്തിട്ട് ഒരു ബോർഡിൽ ഒട്ടിക്കും. ഓക്കെ, എന്താണ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ കാർഡ് പോലെ നോക്കട്ടെ കേട്ടോ, നമുക്ക് കിട്ടുമോ നോക്കട്ടെ ഇവിടെ. നമുക്ക് കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ടച്ച് ചെയ്ത് നോക്കി അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കാർഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ, കണ്ടോ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കാർഡാണ്. ഓക്കെ, ഓക്കെ അല്ലേ ഇപ്പൊ കാണുന്നത്? നമുക്കത് കുട്ടികൾക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു എങ്ങനെയാണ് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, പക്ഷെ നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഓരോരുത്തർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാർഡ് നല്ല കനമുള്ള അത്യാവശ്യം എന്താ പറയാ കനമുള്ള ഒരു കാർഡ് അല്ലെങ്കിൽ ചാർട്ട് കട്ട് ചെയ്തിട്ട് അതിൽ സാൻഡ് പേപ്പറിന്റെ എന്നുള്ളത് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സാൻഡ് പേപ്പർ അവൈലബിൾ അല്ലാത്തവര് ഇപ്പൊ ഈ കുട്ടി പറഞ്ഞ പോലെ ഗിൽട്ടൺ പേപ്പർ ഉണ്ടല്ലോ, എന്തോ പറയൂ അതിന്, എന്റെ പേരാ പറഞ്ഞത് പ്രത്യുഷ? ഫോം ഷീറ്റ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് സാൻഡ് പേപ്പറിൽ ചെയ്യാനുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇതാണ് ഫോം ഷീറ്റ്. ഗ്രീന്റെ ഗ്രീൻ ഉണ്ടാവും, പല പല കളേഴ്സ് ഉണ്ടാവും. ഗോൾഡന്റെ ഏറ്റവും നല്ലത്. ഗോൾഡൻ ഉണ്ടാവും, പിങ്ക് ഉണ്ടാവും, ബ്ലാക്ക്, സിൽവർ. ഇത് ശരിക്കും ഗ്ലിറ്റർ പേപ്പർ പോലത്തെ ഷീറ്റ് അല്ലേ? അത് തന്നെ, ഗ്ലിറ്റർ പേപ്പർ പോലെ തന്നെ. നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ശരിക്കും ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന ഇത് ശരിക്കും സെൻസറി ആണ്. നമുക്ക് ഈ സാൻഡ് പേപ്പറിന്റെ കൂടെ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെൻസറി ആണ് ശരിക്കും. അവർക്ക് ആ ടച്ച് ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ഇതിന്റെ ടെക്സ്ചർ മാം, ഒരു ഡൗട്ട്. ഇപ്പൊ കാണിച്ച ഈ പ്രത്യുഷ കാണിച്ച ഈ പേപ്പർ അത് സ്മൂത്ത് ആണോ? അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ്? പരുപരുത്തതാണോ? പരുപരുത്തതാണ്. കേട്ടിട്ടുണ്ട് സാൻഡ് പേപ്പർ പരുപരുത്തതാണല്ലോ വേണ്ടത്. എന്നാലല്ലേ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റൂ അല്ലേ? ട്രേസ് ചെയ്യുമ്പം ഒരു ഗ്രിപ്പ് കിട്ടണം. ഡിഫറൻസ് മനസ്സിലാക്കണം അവർക്ക്. ആ കാർഡും അതേപോലെ തന്നെ അക്ഷരം തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ സ്കെയിൽ കാണിച്ചിട്ടില്ലേ, ആ ഒരു ഇമേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ. ഓക്കെ, ആ ഒരു ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്തോ. ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ന്യൂമറിക്കൽസ്, ഇങ്ങനെയാണ്. ഇത് 3ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ക്യാപിറ്റൽ ലെറ്ററിന്റെ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്ററിന്റെ ആൽഫബറ്റ്സ്, ന്യൂമറിക്കൽസ് 0 to 9 വരെ ഉള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഓരോ വീക്കിലും ഓരോ മെറ്റീരിയലും നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? യൂസ് ചെയ്യുന്ന ചാർട്ട് എന്ന് പറഞ്ഞാല് ബ്ലൂ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണമല്ലേ, അത് അത്യാവശ്യം ബ്ലൂ കളറിൽ നമ്മൾ എന്ത് ചെയ്യാം. ഇപ്പൊ സാൻഡ് പേപ്പർ അവൈലബിൾ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്, നമുക്കറിയാം. നമ്മള് സിസറിന്റെ ഒക്കെ ഇതനുസരിച്ചിരിക്കും കട്ട് ചെയ്യാൻ ഇത്തിരി പാടാണ്. നമുക്ക് എങ്ങനെയാണോ അവൈലബിൾ, സാൻഡ് പേപ്പർ ആണോ കൺസ പേപ്പർ ആണോ ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ അത് പ്രസന്റ് ചെയ്യാം. ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സ്. ഓക്കെ അല്ലേ? ഈ സാൻഡ് പേപ്പറിന് മെഷർമെന്റ് ഉണ്ടാവില്ലേ? 3, 5 അങ്ങനെ കട്ടി കൂടിയത് കുറഞ്ഞത്? അത് കുഴപ്പമില്ല, കോമൺ ആയിട്ടുള്ളത് ഒരെണ്ണം എടുത്താൽ മതി. നമുക്ക് ആ 3, 5 എന്നുള്ളത് നമുക്ക് സാൻഡ് പേപ്പറിന്റെ ഇതുണ്ട്, ടച്ചിങ് ടാബ്ലറ്റ്സ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കുന്ന രീതിയിൽ വേണ്ട വരും. അത് വേറൊരു മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതനുസരിച്ച് ചെയ്തോട്ടോ. കട്ട് ചെയ്ത് നമ്മൾ ചാർട്ടിലാണോ ഒട്ടിക്കേണ്ടത്? ചാർട്ടിലല്ല, കാർഡ് ആക്കണം. ചാർട്ട് ശരിക്കും കട്ട് ചെയ്തിട്ട് കാർഡ് പോലെ ആക്കണം, ഒരു സ്ക്വയറിന്റെ. നമ്പർ കാർഡ് ഒക്കെ പോലല്ലേ? നമ്പർ കാർഡ്, ആൽഫബറ്റ് കാർഡ് എന്ന് പറയുന്നത് കാർഡ് പോലെ ആക്കണം. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ ഈ പറഞ്ഞ ആക്ടിവിറ്റി? നെക്സ്റ്റ് വീക്കിന് ചെയ്യാനുള്ളതാണ്.
സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ കട്ട് ചെയ്ത് ചാർട്ടിൽ കട്ട് മിസ്സേ ചെയ്ത് ഇപ്പൊ ഈ പേപ്പറിൽ നമ്മളിപ്പോ ആൽഫബറ്റ് ഇപ്പൊ എ ആണെങ്കിൽ ആ എയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഒരു ഇപ്പൊ കാർഡ്ബോർഡ് പോലെ അതിലാണ് ശരിക്കും വേണ്ടത്, അതിൽ ഒട്ടിക്കലാണോ അതോ അതിൽ കളർ പേപ്പറുള്ള ചാർട്ട് പേപ്പറോ ഏതാ ശരിക്കും വേണ്ടത്? അതിന് ഒന്നില്ലെങ്കിൽ ചാർട്ട് എടുക്കുക, നല്ല കനമുള്ള ചാർട്ട്, ബ്ലൂ കളറിലെ നല്ല കനമുള്ള ചാർട്ട് ആണെങ്കിൽ ചാർട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഈ സാൻഡ് പേപ്പറിന്റെ ആൽഫബറ്റ്സ് ഒട്ടിക്കും. കനമുണ്ടല്ലോ, നമുക്ക് കാർഡായിട്ട് കുട്ടികളിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇനി കനം കുറവാണെങ്കിൽ അത് കാർഡ്ബോർഡ് ഒക്കെ ഉണ്ടാവില്ലേ, അതിന്റെ ഫ്രണ്ടിലായിട്ട് കവർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മള് നോട്ട്ബുക്കിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് കവറിംഗ് പേപ്പർ ഉണ്ടല്ലോ, കവർ പേപ്പർ അത് ഇത്തിരി കനമുണ്ടല്ലോ, അതിലൊട്ടിച്ചാലും മതി. പഴയ നോട്ട്ബുക്സിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് കുറച്ച് കട്ടി ഇത്തിരി വേണം, കുട്ടികൾക്ക് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത്തിരി കട്ടി വേണം, ഒത്തിരി അല്ല ഇത്തിരി. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാളവിക പറഞ്ഞു. മാളവിക പറഞ്ഞോളാം. Good afternoon all. Firstly, I thank Ravana Miss for this section. Today we discussed about the topic role of teacher in emotional development among students. Then we discussed about social development. Then teacher gave an activity, sandpaper, alphabet and number. Then teacher discussed how to prepare it. Once again, thank you Miss and all my dear friends for attending this. Thank you all.